നീയൊക്കെ രണ്ടോ ഡിവിഷനിൽ പഠിക്കുന്ന അജിനെ പിടിച്ച് അടിച്ച. ഓ അവൻ 2 എണ്ണം ചോദിച്ചു 2 എണ്ണം കൊടുത്ത്. എന്ത് അവൻ ആരാന്നറിയോ? അവനാരായാലും നമുക്കെന്ത്? എന്നിട്ട് അവന്റെ ചേട്ടൻ ആരാന്നറിയോ? എന്റെ ചേട്ടനാരാ സിനിമ അറിഞ്ഞ? എന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ ആരാന്നറിയോ? നീയൊക്കെ തീർന്നു. ആരാണ് അവനെ അടിച്ചത്? എന്റെ പെങ്ങളെ പറയണ ഇനി അടിക്കും ഞാൻ. നീ അവനെ തൊട്ടാ നീ എന്തിനാടാ? തൊട്ട് നോക്കണ അപ്പൊ അറിയാ. എന്നാ തൊടും തൊടേണ്ട തൊട. മര്യാദയ്ക്ക് പടം കണ്ടോണം. ഇവിടെ കിടന്ന് ഷോ കാണിച്ച മുട്ടുകാലി ഞാൻ തന്നെ പിടിക്കും. ഇറങ്ങിപ്പോണം പാണ്ടി കരിമ്പാറം. നിന്റെ തന്ത, നിന്റെ മറ്റേ ഞങ്ങള് നിന്റെ ബാലൻസ് തന്തമാര്. മിണ്ടായിരുന്ന സിനിമ കണ്ടിട്ട് പൊക്കോണം നായിന്റെ മക്കളെ. നീ ഇവിടുന്ന് ഇറങ്ങിയാ നിന്റെ അമ്മയെ ഞാൻ കെട്ടി. ഇറങ്ങിയാ നീ എന്റെ മോൻ. സാർ ഇപ്പം പോരുന്നു. പോയി കഴിഞ്ഞാൽ അവന്മാര് പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കും. നിന്റെ അപ്പൂപ്പന്റെ കുടുക്ക, നിന്റെ തന്തയുടെ കിണ്ടി, നിന്റെ അച്ഛന്റെ ഉച്ചി. ആരുടെ അച്ഛനെ വിളിച്ചത്? ആരാ അത്? എന്തിനാടാ ഇങ്ങനെ മോശം വാക്കൊക്കെ ഉപയോഗിക്കുന്നേ? അത് സാറിന് വിഷമാവില്ലേ? ഒന്നുമില്ലല്ലോ, അദ്ദേഹം ഒരു പോലീസുകാരനല്ലടാ. ദയവേത് ഞാൻ പിന്നെയും പറയാണ്, ഇവിടെ ഫാമിലീസ് ഒക്കെ ഉള്ള പ്ലീസ് അസഭ്യം പറയരുതേ. ഇതെന്റെ അപേക്ഷയാണ്. കാവലാണ് കാക്കി, അത് മറക്കരുത്. ജയ് ഹിന്ദ്. പിന്നെന്തിനാ വെച്ച് താമസിപ്പിക്കണേ? അത് പെട്ടെന്നൊക്കെ നടത്തിക്കൂടെ? അല്ലേ 17 വയസ്സായി. ആയി. അത് വെച്ച് നോക്കുമ്പോ എന്റെ മകന് 18 വയസ്സായില്ലേ? അവന്റെ സുന്നത്ത് ഇതുവരെ ചെയ്തിട്ടില്ല. അതൊന്ന് ചെയ്യിക്കണം. ഈ പ്രായത്തിലാ ചെയ്യാനേ പറ്റൂ. പക്ഷെ എന്ത് ചെയ്താലും അവ സമ്മതിക്കൂല. വീട്ടിൽ നിന്ന് പിടിക്കാൻ നോക്കിയാ ഓടിക്കളയും. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ഞാനൊരു കുഞ്ഞു സാധനം തരാം. അതിവിടെ വെച്ചിട്ട് ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് മാറിയിരുന്നാ മതി. അതെന്ത് സാധനം? അതൊക്കെ ഉണ്ട്. അതിൽ വീഴാത്ത ഒരു മലയാളി ചെക്കനും ഇന്നേ വരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അതെന്താ പരിപാടി? പരിപാടി ഉണ്ട്. നമ്മളെ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ? പിന്നെ ഈ പ്രായത്തിലെ പിള്ളേരല്ലേ, വീട്ടിൽ ആളില്ലാണ്ട് ഒരു അവസരം കിട്ടിയ അവന്മാര് വെറുതെ വിടുവോ? ഇപ്പൊ ഒരുത്തം സീഡി ആയിട്ട് വരും. ഇത് സീഡി അല്ലല്ലോ, ഏടിയല്ലേ? പിള്ളേര് വല്ലാണ്ട് കട്ട് ചെയ്താല എന്താടാ? ഏയ് ഒരു എഡ്ജ്, ഒരു ഷേപ്പിന്, ഒരു ഫിനിഷിങ് കിട്ടാൻ ഒരു കുഴപ്പമില്ല. ഓക്കെയാണ്. ഭയങ്കര ബ്രോ, ഞങ്ങളൊക്കെ ഇത്തിരി ലഹരി ഉപയോഗിക്കുന്ന കൂട്ടത്തിലാട്ടോ. വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കുടിക്കോട്ടോ. അയ്യോ, ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല. ഓ, നീ എന്തിനാ ചെക്കൻ നോക്കി പേടിപ്പിക്കണ? നിന്റെ വലിയേട്ടൻ കളിയൊക്കെ നീ അങ്ങ് വീട്ടിൽ വെച്ചാൽ എടാ, അവർ ഇത്തിരിയൊക്കെ ലഹരിയൊക്കെ ഒന്ന് നോക്കിയിട്ടെ. ഒന്നുമില്ലെങ്കിൽ അവനൊരു പുരുഷനല്ലേ. പുരുഷൻ. എന്നാ ഇതാണ് നിന്റെ ജീവിതത്തിലെ കന്നിപ്പെഗ്. ഇതൊഴിച്ചു തന്ന ബെന്നി ബ്രോയും എന്നും നിന്റെ മനസ്സിലുണ്ടാവണേ. അവിടുന്ന് നോണയട്ടെ. അടി 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 പര 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 പര. That's my boy. Correct.
എന്താ ബ്രോ അടി ഇതെന്തിന്റെ എന്റെ കണ്ണി ഒഴിക്കാനാ വെട്ടിക്കറ്റി ഒഴിക്കാൻ പറയടാ ബെന്നി ഒരു 90 അങ്ങോട്ട്. ഏ മതി മോനെ, നീ ഓവറാവാൻ തുടങ്ങി. ആരടാ ഓവറായത്? ബ്രോ അവന്റെ ഒരു ബ്രോ. എന്റെ തന്തേരാൻ തരാ പ്രായം ഉണ്ടല്ലോ എനക്ക്. എന്റെ അവിടെ ഇല്ലടാ മര്യാദ ഊളെ. എടാ ചെക്കന് മദ്യത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ചതാ തോന്നണേ. അവനൊരു ലഹരി മാഫിയ. എടാ നീയൊക്കെ ശരിക്കുള്ള ലഹരി കണ്ടിട്ടുണ്ടാ? നീയൊക്കെ സ്റ്റാമ്പ് കണ്ടിട്ടുണ്ടാ? എല്ലാ കളവന്മാർക്കും കൂടെ ഓരോ ലൈൻ അങ്ങോട്ട് ഇട്ടെന്നല്ല നീയൊക്കെ ഇരുന്ന ഇരിപ്പിന് അന്തരിക്കും. എടാ ഇവനെ പിടിച്ചോണ്ട് പോട്ടോ, എന്റെ കുരുപൊട്ടൻ കേട്ടോ ഞാൻ പറഞ്ഞേക്കാം. നിന്റെ കുരു ഞാൻ പൊട്ടിച്ചേരാടാ വൃദ്ധ. One eternity later. എന്നാലും അന്ന് അവളുടെ ഇക്കാമല നീ എങ്ങനെ ഒറ്റയ്ക്ക് അടിച്ചിട്ട്? അതൊക്കെ അടിച്ചിട്ട് സത്യം പറടാ, അന്ന് വേറെ ആരോ ഉണ്ടായിരുന്നു നിന്റെ കൂടെ? അതാര്? അതൊക്കെ ഉണ്ട്. ഒരു പൂ തരാമോ, ബനാനേ ഒരു കായ് തരാമോ, മന്ദാകിനി ഒന്നാകുമോ, ചെന്താമരേ താമരേ കണ്ടാലിനി കൊണ്ടാടുമോ, പിന്നാലെ ഞാൻ വന്നാലുമേ മന്ദാകിനി ഒന്നാകുമോ, ചെന്താമരേ താമരേ. എന്താ അവിടെ പ്രശ്നം? അത് ഈ മോൻ പപ്പടം ചോദിച്ചാ ആ മോൻ പപ്പടം കൊടുത്തില്ല. ഇത് എന്നെ പ്രശ്നം.